എങ്ങനെ ഒരു നടി അല്ലെങ്കിൽ ഒരു മലയാളത്തിലെ ഒരു ഒന്നോ രണ്ടോ പടം ചെയ്തിട്ടുള്ള ഒരാള് എങ്ങനെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക? എനിക്കിത് വളരെ കൗതുകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏറെക്കുറെ സമയം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ ആണല്ലോ അഭിനയം എന്ന് പറഞ്ഞാൽ. നിങ്ങളെ കാസ്റ്റ് ചെയ്യപ്പെടണമല്ലോ. എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്നത്? ഞാൻ 1-2 ഞാൻ 12-13 പടം ചെയ്തു. ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ സിനിമയിലോട്ട് വന്നത് ഒരു ബ്യൂട്ടി പാജൻ ത്രൂ ആയിരുന്നു, ഗൃഹലക്ഷ്മി ഫേസ് ഓഫ് കേരള. അപ്പൊ അത് അത്യാവശ്യം ശ്രദ്ധ നേടിയിരുന്നു. അന്ന് അതിന്റെ ജഡ്ജായിട്ട് വന്നിരുന്നത് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, രഞ്ജിനി ഹരിദാസ്. അപ്പൊ അന്ന് വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. സാനിയ അയ്യപ്പൻ, ഹർഷ ബൈജു, ഒരുവിധം ആക്ട്രസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ശ്രദ്ധ നേടി ഫസ്റ്റ് തമിഴോട്ട് പോയി. അന്നോട്ടെ പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ടച്ച് വുഡ്, ദൈവം സഹായിച്ച് പടങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു 3 years ബ്രേക്ക് എടുത്ത് വീട്ടിൽ നിന്നപ്പോഴും മൂവീസ് വരുന്നുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റിൽ ഒന്നെങ്കിൽ നമ്മളുടെ ഇതുകൊണ്ട് അത് ചെയ്യുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മാറി പോകുന്നു എന്നുള്ളതാണ്. ദൈവം സഹായിച്ച് മൂവി വരാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ മറ്റൊരു ആർട്ടിസ്റ്റ്, ഞാൻ എന്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. പക്ഷെ ഞാൻ ഐ എം വെരി ബാഡ് ഇൻ ദാറ്റ്. ആ ഒരു കൺസിസ്റ്റൻസി എനിക്കില്ല. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽസോ ഞാൻ റീൽ കോണ്ടന്റ്സോ ഒന്നും ഞാൻ ഇടാറില്ല. ഞാൻ എന്താ പറയാ, കഴിഞ്ഞൊരു ഇന്റർവ്യൂല് തമാശക്ക് പറയുന്നുണ്ടായിരുന്നു, കണ്ടുവന്നിരിക്കാൻ അറിഞ്ഞൂടാ, എന്താ പറയാ, ഞാൻ മൂവിയൊക്കെ ഇല്ലാത്ത സമയത്ത് പറയും ഒരു പ്രാർത്ഥിച്ചിട്ട് ഒരു ഫോട്ടോ ഇടും, ഒരു കർത്താവ് ഒരു ഫോട്ടോ ഒരു അതെ. പക്ഷെ എന്താ പറയാ, നമ്മള് വിശ്വാസത്തിനാണെന്ന് അറിഞ്ഞൂടാ, അത് കണ്ടിട്ടൊക്കെ മൂവീസ് വരാറുണ്ട് കേട്ടോ. ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട്. പിന്നെ കുറെ ഫോട്ടോഷൂട്ട്സ് ചെയ്യായിരുന്നു ഡിഫറെന്റ് ലുക്കില്. എപ്പോഴും എനിക്കൊരു ടാഗ് ഉണ്ടായിരുന്നു, അതിനെ ബബ്ലി ആണ്, അപ്പൊ ചില കൈൻഡ്സ് ഓഫ് മൂവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടാഗ് ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച ആ ഒരു ടാഗ് ഇപ്പൊ ഒരു പടത്തില് മാറിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബിക്കോസ് ഞാൻ എപ്പോ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞാലും, ബിക്കോസ് സിനിമയാണ്, നമുക്കത് ഇറങ്ങില്ലയോ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു പടം ചെയ്തു. അത് ഞാൻ എന്റെ ഒരു വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് വിചാരിച്ചല്ല. അത്ര ഹൈപ്പ് അത്രയും വലിയ ചെയ്തു എന്നല്ല, എന്നാലും ഞാൻ ചെയ്തതിൽ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പൊ അതൊക്കെ അത് ഞാൻ തന്നെ ഡയറക്ടറോട് ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് ആ പടത്തിൽ വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ആക്ടിന്റെ പ്രൊമോഷൻസിന്റെ ലുക്ക് ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എപ്പോഴും മലയാളം ആയതുകൊണ്ട് നമ്മളൊരു നാടൻ ലുക്കിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് മൂവിയുടെ മീറ്റിംഗ്സിലും പോകുമ്പോഴാണെങ്കിലും ഓഡിഷൻസിന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ചുരിദാറൊക്കെ ഇട്ട്, അത് ഞാനല്ല, അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആക്ട് ഇറങ്ങിയ സമയത്ത് ഞാനായിട്ട് പോകാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ അതില് ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു. അത് കണ്ടിട്ടാണ് എന്നെ ആ മൂവിയിലോട്ട് വിളിച്ചത്. പ്രൊമോഷൻസിന്റെ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ ആ ഒരു ലുക്കിൽ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ ഹെയർ ഒക്കെ ചോപ്പ് ചെയ്തു, ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ലുക്ക് കണ്ടിട്ടാ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ മൂവീസ് വരാറുണ്ട്. ഞാൻ പിന്നെ അത്രയും എനിക്ക് വലിയ ഫോളോവേഴ്സോ കോണ്ടന്റ് ക്രിയേറ്ററോ ഒന്നും അല്ല, ഞാൻ യൂട്യൂബോ ഒന്നും ഇല്ല എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ഒക്കെ തട്ടിമുട്ടൊക്കെ പോടും. ഈ ഞാൻ നിഖിലമ്മ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ വിജയാവും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയുടെ പ്രതിഫലത്തിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് ഉള്ള പ്രതിഫലം കൂട്ടിച്ചോദിച്ചതിന്റെ പേരിൽ സിനിമ കിട്ടാതെ അങ്ങനെ ഡിപ്രഷൻ അടിച്ച് കാക്കനാടിലെ പലവിധം ഫ്ലാറ്റുകളിൽ നിൽക്കുന്ന ഒരുപാട് നായികമാര് മലയാളത്തിലുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഇപ്പൊ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഓർത്തെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിനകത്തൊരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ കൂടി ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുക, നമ്മുടെ വർക്കിനെ എങ്ങനെ ബാലൻസ് ചെയ്യും, അങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പൊ സിനിമകൾ വരുന്നുണ്ടോ? ഓക്കെ, അതല്ലാതെ ഞാനൊരു 3 years മൂവി ചെയ്തിട്ടില്ല. അതായത് 2019 ജൂൺ വന്നു, പിന്നെ കണ്ടിന്യൂസ്ലി മൂവീസ് ചെയ്തു. 2020 കൊറോണ വന്നു, അപ്പോഴും ഞാനൊരു മൂവി ചെയ്തു. 21 മണിയറയിലെ അശോകൻ ഇറങ്ങി. പിന്നെ 14 Days of Love എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി, അത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ എല്ലാരും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് റിലീസും ഞാൻ അത്യാവശ്യം ഇതുണ്ടായിരുന്നു. പിന്നെ കുറുപ്പില് ചെറിയൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നോട്ടീസ് ചെയ്തു. കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ഒറ്റ സീൻ അടിക്കുന്റെ കൂടെ അത് ചെയ്തു. പിന്നെ ഗാർഡിയൻ സൈജു കുറുപ്പിന്റെ കൂടെ 21 റിലീസായി. പിന്നെ 22 ഞാൻ ആക്ട് ചെയ്തു. അത് റിലീസായത് ഇപ്പോഴാണ്. അപ്പൊ 23, 24, 25 മിഡ് വരെ ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചില മൂവീസ് ഒക്കെ വരും. എനിക്ക് തമിഴിലൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നിയത്. വിക്രം വേദയുടെ പ്രൊഡക്ഷൻ, വിജയ് സേതുപതി ഹീറോയിൻ ആയിട്ട്. അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഓഡിഷൻ ഒക്കെ എടുത്തു.
ലാസ്റ്റ് മിനിറ്റ് അവരുടെ എന്തോ ഇന്റേണൽ ഇഷ്യൂ ആയിട്ട് ആ പടമേ ഡ്രോപ്പ് ആയി. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നാളെ ചെക്ക് വാങ്ങിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം പടമേ ഡ്രോപ്പ് ആയി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു സങ്കടം വേറെ ലെവലാണ്. അങ്ങനെ കുറെ പടത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതല്ല, എന്തെങ്കിലും റീസൺ കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കര ഹിറ്റായ ഒരു മൂവിയിൽ വിളിച്ചിട്ട്, ഞാൻ പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഒരു തമിഴ് മൂവി, അതില് എന്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട്, ബിക്കോസ് തമിഴ് തെലുങ്ക് നമുക്ക് ഹീറോയിനായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ നമ്മള് ഒരു ഇമ്പോർട്ടന്റ് സീൻ ഒറ്റ ഡയലോഗ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ ഒരിക്കലും എന്താ പറയാ, ആ കുട്ടി സൈഡ് റോൾ ആണ് എന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് മെയിൻ നിരയിലേക്ക് വരാൻ പറ്റാതിരിക്കില്ല, ആസ് എൻ ഹീറോയിൻ ആവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു തെലുഗു ആൻഡ് തമിഴ് നമുക്ക് അങ്ങനെയല്ല. അവിടെ എപ്പോഴും ABC അങ്ങനെ ഒരു സംഭവം അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഒരു മെയിൻ സ്ട്രീം ഹീറോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടേ പടങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഹീറോയിൻ ആണെന്ന് അറിയാണ്ട് ഒരു പടം വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞില്ല, അത് കുറച്ച് ഹീറോയിൻസ് ഉണ്ടായിരുന്നു, അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ പക്ഷെ ഒരു ഓഡിഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, സർ ഞാനത് ഹീറോയിൻ ആയിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ ആ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പടം വന്നിട്ട് അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര സങ്കടം വരും. അതൊക്കെയുണ്ട്. മെന്റൽ ഹെൽത്ത് ഭയങ്കര, നമ്മളെ തന്നെ എന്താ പറയാ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. എനിക്കൊന്നും പണ്ടൊന്നും അത് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കോവിഡിന് മുന്നേ വരെ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അവര് പടം ചെയ്യുന്നു, ഇവര് പടം ചെയ്യുന്നു, അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്. പിന്നെ നമ്മളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തവര്, നമ്മൾ കഴിഞ്ഞിട്ട് വന്നവര്, അവര് സക്സസ്ഫുൾ ആയി, അവരിത് ചെയ്യുന്നു. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സ് ഭയങ്കരമാണോ, ദൈവമേ നമുക്ക് മൂവി ഇല്ലല്ലോ, നാളെ എന്തായിരിക്കും, ആ ഒരു കരിയർ ആൻസൈറ്റി ഈസ് ബിഗ്. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ പോസിറ്റീവാക്കി ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ സാലറി നോക്കി നമുക്കൊരിക്കലും മലയാളത്തിൽ പടം ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഒരു പാഷൻ എന്താ പറയാ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ എന്താ പറയാ, എന്റെ ഒരു മൂവിയില് വേറെ മൂന്ന് ഹീറോയിൻസ് ആണ്. അപ്പൊ അതില് ബാക്കി രണ്ടുപേരും സാലറി ഇല്ലാഞ്ഞിട്ട് പ്രൊമോഷന് പോലും വന്നില്ല. പക്ഷെ ഞാൻ പോയി, ബിക്കോസ് നമ്മളുടെ പടമാണ് അത്. ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടല്ല, ബിക്കോസ് ആ പടത്തിന്റെ പ്രൊമോഷന് പോയാലേ നമുക്ക് അടുത്ത പടം കിട്ടുള്ളൂ. ദാറ്റ്സ് ദർ. അപ്പൊ നമ്മൾ ഒരിക്കലും സാലറി നോക്കിയിട്ട് പടം ചെയ്തിട്ടില്ല. അത് പൈസ വേണ്ടാഞ്ഞിട്ടോ ഒന്നുമല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കാനേ പറ്റുള്ളൂ. മമ്മൂക്ക പറഞ്ഞതുപോലെ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമയെ ആവശ്യം. അത് വലിയൊരു ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞല്ലോ ഈ മറ്റുള്ളവരുടെ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ അറിയാൻ പറ്റുന്നു. സാധാരണ ആളുകൾ തന്നെ ഇൻസ്റ്റാഗ്രാമിന് വെച്ചിട്ട് അങ്ങനെ ഒരു വലിയ കമ്പാരിസണിലൂടെ കടന്നു പോവുകയും വലിയ വിഷമം അനുഭവിക്കുകയൊക്കെ ചെയ്യാറ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ആളുകളുടെയും നല്ല സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവർ വീട് വെച്ചു, ഇവർ കാറ് വാങ്ങി, ഇവർ കല്യാണം കഴിച്ചു, ഇവർക്ക് കുട്ടിയുണ്ടായി, ഇവർ ഫോറിൻ ട്രിപ്പ് പോയി. അപ്പൊ സിനിമ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയും കൂടിയാണ്. ഒരു സാധാരണ കാറുകളൊന്നും അല്ലല്ലോ വാങ്ങിക്കുന്നത്, വലിയ ലക്ഷറിയസ് വാഹനങ്ങളൊക്കെയാണ് വാങ്ങിക്കുക. പോകുന്നതാണെങ്കിൽ അത്രയും ഈ പറഞ്ഞ പോലെ എക്സോട്ടിക് ലൊക്കേഷൻസിലേക്കൊക്കെയാണല്ലോ ട്രിപ്പൊക്കെ പോകുന്നത്, ഫിലിമിലുള്ള ആക്ടേഴ്സ് ആയാലും ഓക്കെ. അപ്പം ഈ സൈഡും കൂടി ഉണ്ടല്ലോ. എപ്പോഴാ സ്വയം കമ്പയർ ചെയ്യുന്നത് നിർത്തിയത്, അല്ലെങ്കിൽ സ്വയം കമ്പയർ ചെയ്യുന്നത് ഒരു മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി? അത് ഇപ്പൊ ഞാനൊരു അടുപ്പിച്ചൊരു 3 ദിവസം വീട്ടിലിരുന്നാ നമുക്ക് വീണ്ടും സങ്കടമാവും. അത് എപ്പോഴും ഉണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സംഭവമാണ്. നമ്മൾ കുറെ നാൾ അടച്ച് വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് സങ്കടം വരും, നമ്മൾ കമ്പയർ ചെയ്യും, നമുക്ക് വരുന്നില്ലല്ലോ എന്നുള്ളത്. അതൊരു മനുഷ്യ സഹജമാണ്. അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കി ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാനും അങ്ങനെ കുറെ നാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം വരും. അപ്പൊ നമ്മളെ പക്ഷെ എത്രയൊക്കെ ബിസി ആക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അത് ഫൈറ്റ് ചെയ്യാം.